രാം കെയർ ഓഫ് ആനന്ദി എന്ന ഈ സിനിമാറ്റിക് നോവൽ നിങ്ങൾക്ക് വായിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. 2018 ജനുവരി 23 5:45 AM ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഏതാനും കിലോമീറ്ററുകൾക്ക് മുമ്പുള്ള ആവടി എന്ന ചെറിയ റെയിൽവേ സ്റ്റേഷൻ. അതിരാവിലെ ട്രാക്കിലും ട്രാക്കിൻ്റെ പരിസരത്തുമൊക്കെയായി വെളിക്കിറങ്ങാനിരുന്നവർ സുരക്ഷിതമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിയിരുന്നു. ഹോൺ മുഴക്കി വേഗത കുറച്ച് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ആലപ്പി ചെന്നൈ എക്സ്പ്രസ് വന്ന് നിൽക്കുമ്പോഴേക്കും പുറത്തിറങ്ങുവാനുള്ള ആളുകളുടെ തിരക്ക് വാതിലിനരികിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. ട്രെയിൻ നിൽക്കുന്നതിന് മുമ്പേ തന്നെ ആളുകൾ തിക്കിത്തിരക്കി ഇറങ്ങി തുടങ്ങി. ചെന്നൈ സിറ്റിയുടെ ഔട്ടറിൽ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമൊക്കെയാണ് സാധാരണ ആ സ്റ്റേഷൻ ഉപയോഗിക്കാറുള്ളത്. തിരക്കുകൾക്കിടയിൽപ്പെട്ട് ഞെങ്ങിയമർന്ന് ബാഗുകളുമായി ഒരു വിധത്തിൽ ശ്രീരാമും പുറത്തിറങ്ങി. വലിയ കേടുപാടുകളില്ലാത്ത പുറത്തേക്കിറങ്ങിയ സമാധാനത്തിൽ അവൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒന്ന് നടുനിവർത്തി. ആ സ്റ്റേഷനിൽ ഇറങ്ങിയ ആളുകളൊക്കെയും നിമിഷ നേരം കൊണ്ട് പല ഭാഗത്തേക്കും ചിതറിപ്പോയി. ആ സമയം ട്രെയിൻ ഹോൺ മുഴക്കിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് നീങ്ങി തുടങ്ങിയിരുന്നു. ചുമലിലും തോളിൻ്റെ ഇരുവശങ്ങളിൽ തൂങ്ങിയിട്ടിരിക്കുന്ന ബാഗുകൾ നിലത്തേക്ക് ഊരിവെച്ചിട്ട് അവൻ പ്ലാറ്റ്ഫോമിൽ മൊത്തമായി ഒന്ന് കണ്ണോടിച്ചു നോക്കി. തന്നെ കൂട്ടുവാനായി ബിനീഷേട്ടൻ എത്തിയിട്ടില്ല. നിലത്തിരുന്ന ബാഗുകൾ സമീപത്തെ സിമൻറ്റ് ബെഞ്ചിലേക്ക് കയറ്റിവെച്ച് പ്ലാറ്റ്ഫോമിലെ ഡ്രിങ്കിങ് വാട്ടർ ടാപ്പിനരികിലേക്ക് മുഖം കഴുകാനായി ശ്രീറാം നടന്നു. ടാപ്പ് തുറന്നതും ഷ് എന്നുള്ള ശബ്ദം മാത്രം കേട്ടു. ടാപ്പിൽ 2 വട്ടം തട്ടി നോക്കിയപ്പോൾ കേട്ട ശബ്ദത്തിൽ വ്യത്യാസമുണ്ടായതല്ലാതെ വെള്ളം വന്നില്ല. മുഖം കഴുകാനുള്ള പദ്ധതി ഉപേക്ഷിച്ച് അവൻ ബാഗുകൾ വെച്ചിരുന്ന ബെഞ്ചിലേക്ക് പോയിരുന്നു. തൻ്റെ എതിർവശത്തുള്ള ട്രാക്കിൽ ഒരാൾ ഒരു കുപ്പി വെള്ളവുമായി ബീഡിയും വലിച്ച് കുത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിച്ചു. ദൂരത്തേക്ക് മാറിയും ചില ആളുകൾ 2 ട്രാക്കുകളുടെ നടുഭാഗത്തും ട്രാക്കിനുമുള്ളിലുമൊക്കെയായി കാര്യം സാധിക്കാൻ വേണ്ടി കുത്തിയിരിപ്പുണ്ട്. സമീപത്തുള്ള പബ്ലിക് ടോയ്ലറ്റിലേക്ക് നോക്കി. അത് താഴിട്ട് പൂട്ടിയിരുന്നു. എന്തായാലും തമിഴ്നാട്ടിലെ ആദ്യത്തെ കണി കൊള്ളാം. ശ്രീറാം സ്വയം പിറുപിറുത്തു. ഫോണിനടുത്ത് അതിൽ 1 മണിക്കൂർ മുമ്പേ വിളിച്ചിരുന്ന ബിനീഷേട്ടൻ്റെ നമ്പർ ഒരിക്കൽ കൂടി ഡയൽ ചെയ്തു. റാമേ, നീ എത്തിയോടാ? പിന്നല്ലേ, നിങ്ങളിത് എവിടാ മനുഷ്യ? ഞാനിവിടെ കുറേ അപ്പി ടീംസിൻ്റെ നടുവിലാണ്. ഹഹഹ, അതൊക്കെ ഇവിടെ സർവ്വസാധാരണമല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന റോഡിലേക്ക് വന്നു നിൽക്ക്. ഏത്? ആ SBIയുടെ ATM കാണുന്ന ഭാഗത്തെ റോഡാണോ? ആ, അതുതന്നെ. അങ്ങോട്ടേക്ക് പോര്, ഞാൻ ദേ ഇപ്പോൾ എത്തും. അതും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ടായതും ചുറ്റുപാടും ഒരിക്കൽ കൂടി നിരീക്ഷിച്ചിട്ട് ബാഗുകളും എടുത്ത് ശ്രീറാം എതിർവശത്തുള്ള റോഡ് ലക്ഷ്യമാക്കി നടന്നു. 9 വർഷത്തോളമായി ചെന്നൈയിലെ DHL IT പാർക്കിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ബിനീഷേട്ടൻ. ഏറ്റവും അടുത്ത സുഹൃത്തായ മനീഷിൻ്റെ ചേട്ടനായതിനാൽ ശ്രീരാമും സഹോദര സ്നേഹം അയാളോടുണ്ടായിരുന്നു. 30 വയസ്സായെങ്കിലും വീട്ടുകാരുടെ കല്യാണക്കെണിയിലൊന്നും വീഴാതെ ബാച്ചിലർ ലൈഫ് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവനായിരുന്നു ബിനീഷേട്ടൻ. പഴനിയിലും രാമേശ്വരത്തും ക്ഷേത്ര ദർശനത്തിന് കുടുംബസമേതം പലപ്പോഴായി പോയിട്ടുണ്ടെങ്കിലും സിനിമാ പഠനത്തിന് തമിഴ്നാട് തിരഞ്ഞെടുക്കുമ്പോൾ ഏക ധൈര്യം ബിനീഷേട്ടൻ ചെന്നൈയിലുള്ളതായിരുന്നു. എതിർവശത്തുള്ള റോഡിലേക്ക് അവൻ നടന്നെത്തിയതും റോഡിൻ്റെ ആരംഭത്തിൽ കാണുന്ന SBIയുടെ ATM കൗണ്ടറിന് മുന്നിൽ ഒരു കറുത്ത ക്ലാസിക് ബുള്ളറ്റിൽ ചാരി നിൽക്കുന്ന ബിനീഷേട്ടനെ കണ്ടു. ഓയ് ബിനീഷേട്ടോ! അവൻ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. എന്തുവാടാ ഇത്? നാട്ടിലെ നിൻ്റെ സാധനങ്ങൾ മൊത്തം ഇങ്ങ് കൊണ്ടുപോന്നോ? ഇതിപ്പോൾ ഒരുപാട് ബാഗുണ്ടല്ലോ. അവൻ്റെ വലിയ 3 ബാഗുകൾ കണ്ട് അയാൾ അമ്പരന്നു. ഒരു വഴിക്ക് പോകുവല്ലേ? എൻ്റെ സാമഗ്രികളെല്ലാം ബാഗിലാക്കി ഇങ്ങെടുത്തേച്ചു. ശരി, സമയം കളയണ്ട, നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. കുറച്ചു കഴിഞ്ഞാൽ റോഡിലൊക്കെ നല്ല തിരക്കാവും. ശ്രീറാം നിലത്തേക്ക് വെച്ച ബാഗുകളിൽ ഒന്നെടുത്തു അവൻ്റെ തോളിലേക്ക്
ക്രോസ് ആക്കി ഇട്ടുകൊണ്ട് വിനീഷേട്ടൻ പറഞ്ഞു. ഒരു പൊട്ടലോടെ എൻഫീൽഡ് ക്ലാസിക് 350 ബുള്ളറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യപ്പെട്ടു. ബാഗുകൾ താങ്ങിക്കൊണ്ട് റാം ബൈക്കിൻ്റെ പിന്നിലേക്ക് കയറിയിരുന്നു. ആക്സിലറേറ്റർ കൂട്ടി ഒന്ന് ശബ്ദമുണ്ടാക്കിയ ശേഷം ഫസ്റ്റ് ഗിയറിൽ വിനീഷേട്ടൻ ബൈക്ക് മുന്നോട്ടെടുത്തു. ബുള്ളറ്റിൻ്റെ പിൻസീറ്റിലിരുന്നു അവൻ ചെന്നൈ നഗരമാകെ നോക്കിക്കണ്ടു. 2 വണ്ടികൾ തലങ്ങും വിലങ്ങും ഓടി ഓടി പൊടിപടമായ അന്തരീക്ഷ